അതായത് യുവതിയാണ് ബന്ധപ്പെടുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ ഒരു സോഷ്യൽ മീഡിയ ബന്ധം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടം യുവതിയോട് പറയുകയാണ് അത്രേ ഹോട്ടലിൽ മുറിയെടുക്കാൻ. അങ്ങനെ യുവതി ഹോട്ടലിൽ മുറിയെടുക്കുന്നു. രാഹുൽ മാങ്കൂട്ടം അവിടെ ചെന്നു. ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നു. ഇതാണ് ആദ്യത്തെ സംഭവമായ സീൻ 1. അതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ രാഹുൽ മാങ്കൂട്ടം യുവതിയോട് പറയുന്നു പോയി കണ്ട് ഒരു ഹോട്ടലിൽ മുറി എടുക്കുന്നു പറയുമ്പോഴത്തേക്ക് ഈ യുവതി, വിവാഹിതയായ യുവതി ഓടിപ്പോയി ഹോട്ടലിൽ മുറി എടുക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം മാത്രമാണോ കുറ്റക്കാരൻ? ഞാൻ പറയുന്നത് ഇതിൽ വലിയ കുറ്റമൊന്നുമില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെടുന്നു 18 വയസ്സ് പൂർത്തിയായ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനുമാണ്. ഒരു പുരുഷൻ സ്ത്രീയോട് പറയുന്നു ഹോട്ടലിൽ മുറിയെടുക്കാൻ അവിടെ മുറി കിട്ടും. അതിലൊന്നും ഒരു നിയമപരമായ ഒരു തെറ്റില്ല. രാഹുൽ മാങ്കൂട്ടം ചെല്ലുന്നു, ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഏർപ്പെടുന്ന ഒരു തെറ്റുമില്ല. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് യുവതി പറയാണ് തന്നെ ബലാത്സംഗം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഈ യുവതിയെ ഹോട്ടലിൽ മുറി എടുക്കാനൊക്കെ പറഞ്ഞിട്ട് യുവതി എല്ലാറ്റിനും സമ്മതിച്ചിട്ടാ വരുന്നത്. അല്ല, ഹോട്ടലിൽ മുറി എടുക്കാൻ വേണ്ടി വരുന്നത് ഇതിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? അപ്പൊ ഹോട്ടലിൽ മുറി എടുക്കാൻ വേണ്ടി വന്നിട്ട് രാഹുൽ മാങ്കൂട്ടം തന്നെ ആക്രമിച്ചു, തന്നെ എന്താ പറയാ ബലാത്സംഗം. അവിടെയാണ് ബലാത്സംഗം എന്ന് പറയുന്നത്.